ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റുന്നില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നീറ്റ് കഴിഞ്ഞ് എങ്ങനെയാണ് ഞാൻ വെറ്റിനറി എന്നൊരു കോഴ്സിലൂടെ എത്തിയത്, ആ ഒരു ജേണിയെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ പൂക്കോട് വെറ്റിനറി കോളേജ് സെക്കൻഡ് ഇയർ BSc സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ നീറ്റ് പഠിച്ചിരുന്ന സമയത്ത് 2023 നീറ്റാണ് ഞാൻ അവസാനമായിട്ട് എഴുതിയ നീറ്റ്. ആ ഒരു നീറ്റിൽ ഏകദേശം എനിക്ക് 587 സ്കോർ ഉണ്ടായിരുന്നു. ആ ഒരു സ്കോർ വെച്ച് ഒരിക്കലും നമുക്കൊരു മെഡിക്കൽ സീറ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഒരുപാട് ആലോചിച്ച് ഏത് കോഴ്സ് എടുക്കും എന്നൊക്കെ ഒരുപാട് ചിന്തിച്ചെങ്കിലും ഞാൻ ആദ്യം BDS പറ്റി അന്വേഷിച്ചു. BDS, BMS, BHMS, പിന്നെ അഗ്രികൾച്ചർ കോഴ്സിനെ പറ്റി അന്വേഷിച്ചു. പിന്നീട് BTech ബയോടെക്നോളജിയെ പറ്റി അന്വേഷിച്ചു. അപ്പോൾ ഈ പല കോഴ്സുകളെ പറ്റി അന്വേഷിച്ച സമയത്ത് എനിക്ക് BDS എന്തോ ആ കോഴ്സിനെ പറ്റി അറിഞ്ഞപ്പോൾ അത്ര താല്പര്യം തോന്നിയില്ല. ഇങ്ങനെ എന്തൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ അന്വേഷിച്ചിരുന്നു. എൻ്റെ ചില സുഹൃത്തുക്കൾ BDS പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ വിളിച്ച് ഞാൻ അന്വേഷിച്ചു ഈ കോഴ്സിനെ പറ്റി. അപ്പോൾ എനിക്കെന്തോ ആ കോഴ്സിനോട് അത്ര താല്പര്യം തോന്നിയില്ല. പിന്നെ BAMS പഠിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവരോടും ചോദിച്ചു. അപ്പോൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് എനിക്ക് കുറച്ചുകൂടെ ഒരു എനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡി, ഒരു ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് കുറച്ചുകൂടെ താല്പര്യം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കോഴ്സുകളൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ പിന്നീട് ചിന്തിച്ചു, ബയോടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യമുണ്ട്. തിരുവനന്തപുരം വെള്ളായണിയിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലൊരു കോളേജുണ്ട്. ആ കോളേജിൽ BTech ബയോടെക്നോളജി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബയോടെക്നോളജി എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യമുള്ളതായതുകൊണ്ട് തന്നെ ഞാനൊരു കോഴ്സ് എടുക്കാൻ വേണ്ടി അന്വേഷിച്ചായിരുന്നു. അവിടെ ചില സീനിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ആ കോഴ്സ് ഇതുവരെ ഫൈനൽ ഇയർ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങാത്തത് തന്നെ ആ കോഴ്സിന് അക്രഡിറ്റേഷൻ ഇല്ല. മാത്രമല്ല ഒരു പുതിയ കോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സാധ്യതകളെ പറ്റി നമ്മൾ കുറച്ചുകൂടെ ചിന്തിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോഴ്സ് ഞാൻ എടുത്തില്ല. അങ്ങനെ ഞാൻ അവസാനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഒരു ഗവൺമെൻറ് കോളേജിൽ സുവോളജിക്ക് അഡ്മിഷൻ. ആൻഡ് സുവോളജിക്ക് എനിക്ക് കിട്ടി. പക്ഷേ ഞാനിങ്ങനെ ഒരുപാട് ആലോചിച്ചു. സുവോളജി പഠിക്കാൻ താല്പര്യ വിഷയമാണ്. പക്ഷേ ഞാൻ 2 കൊല്ലം എൻട്രൻസിന് പോയിട്ട് പിന്നെ അവസാനം സുവോളജി എടുക്കുക എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എന്നോട് പലരും പറഞ്ഞു അത് എടുക്കേണ്ട, അതിനെക്കാട്ടി വേറെ ഏതെങ്കിലും കോഴ്സുകൾ നോക്കിക്കൂടെ എന്ന രീതിയിലൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ BSc എന്ന് പറയുന്ന വെറ്റിനറി എന്ന് പറയുന്ന ആ ഒരു ഇതിനെ പറ്റി ഞാൻ അറിയുന്നത്. അപ്പോൾ വെറ്റിനറി എന്ന് പറയുമ്പോൾ എനിക്കാണെങ്കിൽ ചില റിലീജിയസ് ബയാസ് കാരണം ചില മൃഗങ്ങളോട് ഇടപഴകാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് പഴകിയ, അല്ലെങ്കിൽ അത് അങ്ങനെ തൊടാൻ പാടില്ല എന്നും അങ്ങനെയൊക്കെ കേട്ട് പഴകിയ അങ്ങനെ ഒരു മൈൻഡിൽ ഓൾറെഡി അങ്ങനെ ഒരു കാര്യം കിടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിനോടൊരു ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ എന്തുകൊണ്ട് അതൊന്ന് മാറ്റിക്കൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നല്ലൊരു കോഴ്സാണ് വെറ്റിനറി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 2 കോളേജസ് ഉള്ളത് വെറ്റിനറി കോഴ്സുകൾ. ഒന്ന് മണ്ണുത്തി കോളേജ്, ഒന്ന് പൂക്കോട് കോളേജ്. അങ്ങനെ 2 കോളേജിൽ ഏതെങ്കിലും ഒരു കോളേജ് എടുക്കാമെന്ന തീരുമാനത്തിൽ ഞാൻ 2 കോളേജും പോയി ഒന്ന് കണ്ടു. മണ്ണുത്തി കോളേജ് ഒന്ന് പോയി കണ്ടു, പൂക്കോട് കോളേജ് ഒന്ന് പോയി കണ്ടു. 2 കോളേജ് കണ്ടപ്പോൾ മണ്ണുത്തി കോളേജ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഒരു നഗരം അല്ലെങ്കിൽ തൃശ്ശൂർ ആ ഒരു സ്ഥലത്തുള്ളൊരു കോളേജാണ്. അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത കോളേജാണ്. ഏകദേശം ഒരു 1950 കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ കോളേജാണ്. അത്യാവശ്യം പഴക്കമുണ്ട്. പിന്നെ മാത്രമല്ല കൂടുതൽ ഫെസിലിറ്റി ഉള്ളത് മണ്ണുത്തി കോളേജ്. അതിന് പൂക്കോട് കോളേജ് പോയി. പൂക്കോട് വെറ്റിനറി കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ മണ്ണുത്തി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കോളേജാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, വയനാട് ആ ഒരു അറ്റ്മോസ്ഫിയർ ഇത് മൊത്തത്തിൽ എനിക്കൊന്നും അവിടെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ പൂക്കോട് കോളേജിൽ അഡ്മിഷൻ എടുത്തു. ഫസ്റ്റ് ഇയറിലാണെങ്കിൽ നമുക്ക് 3 സബ്ജക്റ്റുകളാണ്: അനാട്ടമി, ഫിസിയോളജി, LPM. അപ്പോൾ ഈ അനാട്ടമി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മെഡിസിൻ അല്ലെങ്കിൽ MBBS പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനുഷ്യരുടെ അനാട്ടമി പഠിച്ചാൽ മതി. പക്ഷേ വെറ്റിനറിയിലോട്ട് വരുമ്പോൾ അനാട്ടമി എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 7 ജീവികളെ തമ്മിൽ ക്ലാസിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ഇപ്പോൾ ഒരു ബോണ് പഠിക്കുകയാണെങ്കിൽ, അനാട്ടമിയിൽ ഒരു ബോണ് പഠിക്കുകയാണെങ്കിൽ ആ ബോണിന് തന്നെ ഓരോ ജീവിയിലും വ്യത്യാസമുണ്ടാകും. ചില ജീവിയിൽ ഒരു ബോണിലുള്ള കാര്യം മറ്റൊരു ബോണിലുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഓർഗൻ്റെ കാര്യങ്ങൾ തന്നെ, ശരീരത്തിലെ അവയവങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു ജീവിയിലുള്ള അവയവം മറ്റൊരു ജീവിയിലില്ല. അങ്ങനെ പല രീതിയിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ നമുക്ക് അനാട്ടമി ഭയങ്കര കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതുപോലെ തോന്നി എനിക്ക് ഫസ്റ്റ് ഇയറിൽ. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ ഫിസിയോളജി എനിക്ക് പിന്നെയും കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ളത് ഇതുപോലെ തോന്നിയത് ഫിസിയോളജി. പിന്നെയുള്ളത് LPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മൃഗങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് LPMയിലൂടെ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഒരു മൃഗത്തിന് എത്രമാത്രം എത്ര കാലം ജീവിക്കാം, എന്തൊക്കെ രീതിയിൽ ഭക്ഷണങ്ങൾ കൊടുക്കാം, ഏതൊക്കെ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാം,
റീസ്ട്രെയിൻ ചെയ്യുക, മെരിക്കുക എങ്ങനെയാണ്, അങ്ങനത്തെ പല കാര്യങ്ങൾ നമുക്ക് ഈ എക്സ്റ്റേണലിലുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നതാണ് LPM എന്ന് പറയുന്നത്. അങ്ങനെ ഈ 3 സബ്ജക്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അനാട്ടമി ഫസ്റ്റ് ഇയറിലാണെങ്കിൽ ഞാൻ 3 ഇൻറ്റേർണലും അനാട്ടമി പാസ്സായിട്ടില്ല. അനാട്ടമി എനിക്ക് എന്തോ അത്ര ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. നമ്മൾ പറയുമ്പോൾ വെറ്ററി എന്ന് പറഞ്ഞ കോഴ്സ് അത്ര സിമ്പിൾ ആയിട്ടുള്ള വിഷയമൊന്നുമില്ല. അത്യാവശ്യം നല്ല ലാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസാണ്. നമുക്ക് കുറച്ച് സമയം കൊണ്ട് അത്രയും വലിയ പോർഷൻസ് ഒന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റും. എന്നാൽ കൂടെ അനാട്ടമി അവസാന സമയത്തിയപ്പോൾ ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് തീർത്തു. എങ്ങനെയൊക്കെയോ പഠിച്ചത് തീർത്തു. ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ പിഗ് ഫാമിൽ പോകുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഈ പന്നികളുമായിട്ട് അപ്രോച്ച് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഈ പന്നികളെ തന്നെ എടുത്ത് തൂക്കി നോക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് തൊടാനും ഇതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്. പിന്നീട് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി. തുടക്കത്തിൽ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കോഴ്സ് പോയത് കൊണ്ട് എന്തൊക്കെയോ ഒരു ഇത് കാരണം ആ ഒരു ഇത് മാറി കിട്ടി. സ്റ്റിൽ ലൈഫ് ലോങ് ജീവിതകാലം മൊത്തം ഈ പറഞ്ഞൊരു തോട്ട് കാരണം എനിക്ക് മൃഗങ്ങളുമായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റിൽ എനിക്ക് പ്രധാനമായും LPM നല്ല ഓർമ്മകളുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഫാമിൽ പോയിട്ട് നമ്മൾ ഈ പശുവിന് വെയിറ്റ് എടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പശുവിനെ ഒരു വലിയൊരു വെയിറ്റ് നോക്കുന്ന സാധനത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് വെയിറ്റ് എടുക്കുന്ന സംഭവം. അതിന് പശുവിനെ നമ്മളെ വേണം ഊരിക്കൊണ്ടുവരാൻ. അപ്പോൾ അവിടുത്തെ പശുക്കളാണെങ്കിൽ അങ്ങനെ അത്ര ഇണക്കമൊന്നുമില്ല. ഞങ്ങളായിട്ട് അത്യാവശ്യം 400-500 കിലോഗ്രാം ഭാരമുള്ള പശുക്കളായിരുന്നു അവിടുത്തെ ഫാമിലുണ്ടായിരുന്നു പൂക്കോട് വെറ്റിനറി കോളേജിൽ. അങ്ങനെ നമ്മൾ പശുവിനെ വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കയറി ഊരി വന്നപ്പോൾ പശു ഓടി. ഞങ്ങളെല്ലാവരും അവിടെ പശുവിൻ്റെ പിന്നാലെ ഓടി. എന്നിട്ട് ഓടി പിടിച്ച് വന്ന് ഇങ്ങനെയൊക്കെ അതിനെ ഇതാക്കി കൊടുന്ന് വെച്ച്. തുടങ്ങുന്ന സമയത്ത് എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ടായിരുന്നു. ഈ MBBS കിട്ടിയില്ലല്ലോ എന്നാലോചിച്ചിട്ട്. എന്തുകൊണ്ട് എനിക്ക് MBBS കിട്ടിയില്ലോ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമായിരുന്നു എന്ന കാര്യമൊക്കെ. കാരണം എനിക്ക് പഠിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരുപാട് ചിന്തിക്കുകയായിരുന്നു. പിന്നീട് കുറച്ച് എത്തിയപ്പോൾ സെക്കൻഡ് ഇയർ എത്തിയ സമയത്ത് പിന്നീട് എനിക്ക് ചില സബ്ജക്റ്റുകൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നി. പഠിക്കാൻ കുറച്ചുകൂടെ താല്പര്യം തോന്നിയ സബ്ജക്റ്റുകൾ വന്നു തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 3 സബ്ജക്റ്റുകളാണ്, സെക്കൻഡ് ഇയറിൽ നമുക്ക് 5 സബ്ജക്റ്റുകളാണ്. അപ്പോൾ 3 സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ 3 സബ്ജക്റ്റുകളുള്ളൂ. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് കുറച്ചുകൂടെ വാസ്റ്റാണ്. 3 സബ്ജക്റ്റ് എന്ന് പറഞ്ഞാലും അതിന് തന്നെ കുറേ ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ 5 സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പാത്തോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, AGP, പിന്നെ അനിമൽ ന്യൂട്രീഷൻ. അങ്ങനെ 5 സബ്ജക്റ്റുകളാണ് നമുക്ക് സെക്കൻഡ് ഇയറിലുള്ളത്. സെക്കൻഡ് ഇയറിലത്തെ നോക്കുമ്പോൾ കുറച്ചുകൂടി എനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ എനിക്ക് ചിലപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ ആ സബ്ജക്റ്റിലായിരിക്കും സ്പെഷ്യലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ ഒരു ഡെയിലി റൂട്ടീൻ പറയുകയാണെങ്കിൽ രാവിലെ ഏകദേശം ഒരു 8-8:30 സമയമാകുമ്പോൾ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങും. ഒരു 9 മണിയാകുമ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങും. അപ്പോൾ 9 മണിക്ക് ശേഷം 2 തിയറിയാണ് നോർമലി ഉണ്ടാവാറ്. ചില ദിവസങ്ങളിൽ 4 തിയറി ഉണ്ടാവും. അപ്പോൾ ഈ 2 തിയറിയുള്ള ദിവസമാണെങ്കിൽ ഒരു 11 മണിയാകുമ്പോൾ 2 തിയറി കഴിഞ്ഞ് പിന്നീട് നമുക്ക് ഒരു പ്രാക്ടിക്കൽ ഉണ്ടാവും. 1 മണി വരെ ഒരു പ്രാക്ടിക്കൽ ഉണ്ടാവും, 2 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 4 മണി വരെ വീണ്ടും ഒരു പ്രാക്ടിക്കൽ ഉണ്ടാവും. അങ്ങനെയാണ് ഡെയിലി ഒരു ഷെഡ്യൂൾ. പിന്നെ പറഞ്ഞാൽ വൈകുന്നേരം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ് ഉണ്ടാവും. ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ്, നമുക്കിപ്പോൾ ഗെയിംസ് കാര്യങ്ങളൊക്കെ കളിക്കാം. എന്തായാലും അറ്റൻഡൻസ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്പോർട്സ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആകാൻ പറ്റും. മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലോട്ട് ചിന്തിച്ചപ്പോൾ അവിടെ പ്രത്യേകിച്ച് ആർട്സ് കോളേജ് അല്ലെങ്കിൽ സാധാരണ നോർമൽ കോളേജ്, പ്രൊഫഷണൽ കോളേജുകളല്ലാതെ നോർമൽ കോളേജിൽ കാണുന്ന ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ആർട്സും സ്പോർട്സും എല്ലാം ആ ഒരു വാശിയിൽ തന്നെ കാര്യങ്ങളൊക്കെ എവിടെയും നടക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് ലൈഫിൽ ആ ഒരു സംഭവം ഈ ഒരു മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫീൽഡ് എടുക്കുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. അത്യാവശ്യം കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറ്റുന്നുണ്ട്. നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ വെറ്റിനറി സർജനാകും. ഗവൺമെൻറ് സെക്ടറിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലോ വെറ്റിനറി സർജനാവാം. വൈൽഡ് ലൈഫ് ഭാഗത്ത് നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ നമ്മളുടെ മിലിറ്ററി സെക്ഷനിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. എയർപോർട്ടിൽ നമ്മളിപ്പോൾ ഈ ചില മൃഗങ്ങൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വെറ്റിനറി സർജൻ ആവശ്യമുണ്ട്. മരുന്നുകളുടെ ഇടയിൽ നമുക്ക് വെറ്റിനറി സർജൻ ആവശ്യമുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പോൾ കൊറോണ പോലത്തെ വലിയ മാരകമായ അസുഖങ്ങളൊക്കെ വന്ന സമയത്ത് അത്യാവശ്യം വെറ്റിനറിയൻസ് ആയിരുന്നു അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വെറ്റിനറി എന്ന് പറഞ്ഞ കോഴ്സിനെ പറ്റി തിരയാൻ വേണ്ടി ഒരുപാട് അന്വേഷിച്ചപ്പോൾ മലയാളത്തിൽ അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയുടെ ഒരു ഇത് എനിക്ക് വീഡിയോ തിരഞ്ഞെടുത്ത് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് ചിലപ്പോൾ ചിലർക്കൊക്കെ എങ്കിലും യൂസ്ഫുൾ ആയേക്കാം എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു.